വിശിഷ്ടാതിഥികളെ, കുവൈറ്റ് ജ്ഞാനായ കാത്തലിക് അസോസിയേഷന്റെയും മിഡിൽ ഈസ്റ്റ് ജ്ഞാനായ കാത്തലിക് അസോസിയേഷന്റെയും ഭാരവാഹികളെ, പ്രിയമുള്ള എൻ്റെ ജ്ഞാനായ കുടുംബാംഗങ്ങളെ, വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് കുവൈറ്റ് ജ്ഞാനായ കൾച്ചറൽ അസോസിയേഷന്റെ ഈ ജൂബിലി ആഘോഷത്തിലും മിഡിൽ ഈസ്റ്റ് ജ്ഞാനായ കാത്തലിക് അസോസിയേഷന്റെ സംഗമത്തിലും പങ്കുകൊള്ളുന്നത്. ജ്ഞാനായ സമൂഹം ഒരു തീർത്ഥാടക സമൂഹമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അഭിമന്യ മൂലക്കാട്ട് പിതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മധ്യപൂർവ്വദേശത്ത് നിന്ന് കൊടുങ്ങല്ലൂരിൽ കുടിയേറിയ നമ്മുടെ പൂർവികന്മാർ പിന്നീട് മലബാറിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ കുടിയേറിയപ്പോൾ തങ്ങൾ ചെന്ന പ്രദേശങ്ങളിലെല്ലാം വംശശുദ്ധിയും സാംസ്കാരിക പൈതൃകവും കാത്തുസൂക്ഷിക്കാൻ വളരെ നിഷ്ഠയോടുകൂടി ശ്രദ്ധിച്ചു എന്നതാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. കേരള കത്തോലിക്ക സഭയ്ക്ക് തോമാസ് ലീഹ വന്നതിന് ശേഷമുണ്ടായ പുരോഗതിയിൽ നിന്നും പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായപ്പോൾ ക്നായി തൊമ്മന്റെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് കുടിയേറിയ ജ്ഞാനായക്കാരാണ് പുതിയ ഉണർവും ഊർജവും നൽകിയത് എന്ന് സഭാ നേതൃത്വം എന്നും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയിൽ നാം വളരുമ്പോൾ ഒരു ജനതയായി, ഒരു സമൂഹമായി നാം പുരോഗതി പ്രാപിക്കുമ്പോൾ ഈ കൊച്ചു സമൂഹം നാം ജീവിക്കുന്ന ഏതു സമൂഹത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി, കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു സമൂഹമായി മാറുവാൻ നമ്മുടെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുമ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്, അതിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. കുവൈറ്റ് ജ്ഞാനായ കൾച്ചറൽ അസോസിയേഷന്റെ ഭാരവാഹികൾ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സ്റ്റീഫൻ തോട്ടിക്കാടിനെയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ജ്ഞാനായ കാത്തലിക് കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന ശ്രീ രാജു ഓരലിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ സന്തോഷത്തിൽ, ഈ കൂട്ടായ്മയിൽ പങ്കാളിയാകുവാൻ എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി, കൂട്ടപ്പെട്ട പ്രവർത്തനങ്ങളോടുകൂടി മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Valuable presence here today, and on behalf of KKCA we would like to hand over a memento. For that I now call upon the president of KKCA to please hand over the memento to our honorable minister. The next on the agenda is a felicitation by Monsignor John Calarical. I now call upon him to say a few words. Your Grace, Archbishop Munchid al-Hashim, Apostolic Nuncio to the State of Kuwait, Aphuania Mar Matthew Mulekatil Metropolita, Nimasa Safa Samajiganaya Sri Thomas Chalikaran, ബഹുമാനപ്പെട്ട ആന്റണി അച്ച, KKCA അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ സ്റ്റീഫൻ, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ സ്നേഹിതരെ, KKCAയുടെ രജത ജൂബിലിയും KCC മിഡിൽ ഈസ്റ്റിന്റെ കൺവെൻഷനും സംയുക്തമായിട്ട് നടക്കുന്ന ഈ അവസരത്തിൽ ഈ വേദിയിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാനും ഈ അസുലഭ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാൻ സാധിച്ചതിൽ ഉള്ള കൃതാർത്ഥത അറിയിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ ആശംസാരൂപത്തിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. വത്തിക്കാൻ കാര്യാലയത്തിലെ സഹപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതെങ്കിലും ജനനം കൊണ്ട് മലയാളി, അതിലുപരി ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക് കോട്ടയം ജില്ലയിൽ ചെലവഴിച്ച ആളെന്ന നിലയ്ക്കും ക്നായ സമൂഹത്തെക്കുറിച്ച്, സമൂഹത്തിൽ ജ്ഞായ സമൂഹം ചെലുത്തിയ സ്വാധീനം
എനിക്ക് മറക്കുവാനോ ഈ പൊതുവേദിയിൽ അതിനെ നിഷേധിക്കുവാനോ സാധിക്കുകയില്ല. മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നത് നിഷ്ഠകളിലൂടെ, ചിട്ടകളിലൂടെ, പാരമ്പര്യത്തിന്റെ അതിർത്തി വരുമ്പുകളിൽ കാത്തു സൂക്ഷിച്ച് തലമുറയായിട്ട് കൈമാറുന്നത് വഴിയാണ്. ഈ മൂല്യങ്ങൾ ആത്മീയതയ്ക്കും ആത്മീയ ഭക്തി അനുഷ്ഠാനങ്ങൾക്കും അപ്പുറത്ത് സമൂഹത്തില് സാംസ്കാരിക രൂപങ്ങളിലൂടെ, തലമുറകളിലൂടെ, നൂറ്റാണ്ടുകളിലൂടെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന സമൂഹത്തിൽ മുൻ പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ എന്നും തീർത്ഥാടക സമൂഹമായിട്ട് കഴിഞ്ഞ ക്നായ സമൂഹം ഒരു തീർത്ഥാടക സമൂഹത്തിന്റെ താൽക്കാലിക സ്വഭാവത്തിനപ്പുറത്ത് ജീവിക്കുന്ന സമൂഹത്തില് വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ള ഒന്നാണ്. ഇതേക്കുറിച്ച് അധികം വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, അതിനുള്ള സമയമില്ല. ഈ രജത ജൂബിലി വേളയിൽ ഇതിനുള്ള ഒരു പുനഃപ്രതിഷ്ഠ നമ്മൾ നടത്തുവാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കുവാനുള്ളത്. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ക്നായ സമൂഹത്തിനും ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായിട്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. I now invite Reverend Father Anthony to say a few words on this occasion. Our most beloved Apostolic Nuncio, allow me to talk in my mother tongue. അഭിവന്യ പിതാക്കന്മാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ലോകമെല്ലാം ചെറുതായി വരുന്നു, കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും, കരളുകൊണ്ടല്ല. ലോകമെല്ലാം ചെറുതായി വരുന്നു, കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും, കരളുകൊണ്ടല്ല. കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. മാധ്യമങ്ങളുടെ വളർച്ചയും സ്വാധീനവും കൊണ്ട്, ആശയവിനിമയത്തിന്റെ അപാരമായ വേഗത കൊണ്ട് ഈ ലോകമെല്ലാം ഇങ്ങനെ ചെറുതായി വരികയാണ്. അതുകൊണ്ടാണ് മാഷ് പറയുന്നത് കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും, പക്ഷേ കരളുകൊണ്ടല്ല. അപ്പോൾ ലോകം ഒരു ആഗോള ഗ്രാമമായി വരുന്നു, കരളില്ലാതെ, ഉള്ളില്ലാതെ, ഉള്ളടുപ്പമില്ലാതെ. KKCA രജത ജൂബിലി ആഘോഷിക്കുകയാണ്. ആ രജത ജൂബിലി വരെ എത്തിയതിന്റെ കാരണം കരള് ഉള്ളതുകൊണ്ടാണ്, കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ്, ഉള്ളടുപ്പം ഉള്ളതുകൊണ്ടാണ്. രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ കരള് വെള്ളിയാകാൻ പാടില്ല, സിൽവർ കോട്ടിങ്ങും പാടില്ല. സിൽവർ കോട്ടിംഗ് ഉണ്ടായാൽ, കരള് സിൽവറായാൽ, പിന്നെ അതുകൊണ്ട് ജീവിതത്തിന് ഒരു നേട്ടവുമില്ല. രജത ജൂബിലി ആഘോഷിക്കുന്ന KKCA കുടുംബാംഗങ്ങൾ കരള് പച്ചമാംസമായി തന്നെ നിലനിർത്താനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രജത ജൂബിലിയുടെ മംഗളങ്ങളെല്ലാം നിങ്ങൾക്ക് കുവൈറ്റ് ക്നായ കൾച്ചറൽ അസോസിയേഷനിലെ അംഗങ്ങൾക്ക് ഏറ്റവും ഹൃദയമായിട്ട് ആശംസിക്കുകയാണ്. ക്നായ കത്തോലിക്ക സമൂഹത്തിന്റെ പൗരസ്ത്യ ദേശ സംഗമം എപ്പോഴും ഒരു അനുഗ്രഹമായി മാറും, ഐശ്വര്യമായിട്ട് മാറും എന്നതിൽ അശേഷം ശങ്കിക്കേണ്ട. നിങ്ങൾക്കെല്ലാവർക്കും സമർത്ഥമായ ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.